ഹലോ, കഴിഞ്ഞ 1-2 ദിവസമായിട്ട് നമ്മുടെ ഷോർട്സിൽ ബട്ടർ കുക്കീസും ചോക്ലേറ്റ് ബട്ടർ കുക്കീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെങ്ങനെയാണ് ചെയ്തതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാവേ. കുക്കീസൊക്കെ എല്ലാവരും തന്നെ എപ്പോഴും ഉണ്ടാക്കുന്നതായിരിക്കും. നല്ല നല്ല റെസിപ്പീസ് എല്ലാവരുടെയും കയ്യിലുണ്ടാവും. എങ്കിലും ആ റെസിപ്പീസ് കുറേ പേരുടെ കയ്യിൽ എത്താത്തതുണ്ട്. അതെനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ദിവസം ഞാൻ വെറുതെ ഒരു ബട്ടർ കുക്കീസിന്റെ ഷോർട്സ് ഇട്ടപ്പം കുറേ പേര് എനിക്ക് കമന്റ്സിലൂടെയും പേഴ്സണൽ മെസ്സേജ് അയച്ചൊക്കെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. 100 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ തന്നെ എടുക്കണേ. ബട്ടർ ഏകദേശം 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും പൊടിച്ച പഞ്ചസാര 50 ഗ്രാം ആണ് ഞാൻ ചേർക്കുന്നത്. ബട്ടറും ഷുഗറും കൂടെ ഏകദേശം 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. വെയ്യിങ് മെഷീൻ ഇല്ലാത്തവർ എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചാൽ ഈ അളവുകളെല്ലാം കപ്പ് അളവിൽ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിയാൽ മതിയേ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിത്തൗട്ട് ഓവൻ ആണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കുറെ പേര് കമന്റ് ബോക്സിൽ ഓവൻ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓവനിലാണല്ലോ ചെയ്തേ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഓവൻ എന്നല്ല, ഞാൻ ഓവൻ സെറ്റപ്പ് എന്നാണ് പറഞ്ഞത്. അതായത് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നത്. ബട്ടറും ഷുഗറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മൈദയും കൊക്കോ പൗഡറും പിന്നെ കുറച്ച് സോൾട്ടും ആണ്. ചോക്ലേറ്റിന്റെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടമുള്ളവര് ഈ ഒരു അളവിൽ തന്നെ എടുത്താൽ മതിയായിരിക്കും. എന്നാൽ ഒരുപാട് ചോക്ലേറ്റിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തവർ ഞാൻ ഇതിൽ 20 ഗ്രാം ആണ് കൊക്കോ പൗഡർ എടുത്തിട്ടുള്ളത്. അതൊരു 10 ഗ്രാം ഒക്കെ എടുത്താലും മതിയാകുവേ. അടുത്തത് മൈദ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 100 ഗ്രാം ആണ്. മൈദയൊക്കെ എപ്പോൾ എടുത്താലും നന്നായിട്ട് അരിച്ചിട്ട് വേണം എടുക്കാൻ. ഒരു പിഞ്ച് സോൾട്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് യൂസ് ചെയ്തും മിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹാൻഡ് യൂസ് ചെയ്തിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക എന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഇതേപോലെ ടോട്ടൽ 2 തവണ കുറച്ച് മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോഴാണ് നല്ലൊരു കൺസിസ്റ്റൻസിൽ എനിക്ക് കിട്ടിയത്. ഇനി ഇതേപോലെ ചെറിയ ചെറിയ പീസസ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് ഒന്ന് ബോളാക്കി നമ്മുടെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് റിലീസ് ചെയ്താൽ മതി. ഒരുപാട് നമ്മൾ പരത്തേണ്ട ആവശ്യമില്ല, കാരണം ബേക്ക് ആവുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ഒന്ന് പരന്ന് സൈസായിട്ട് വരുവേ. ഞാനിവിടെ ഒരു 5-6 എണ്ണം ഈ ഒരു മോഡലിലാണ് ചെയ്തത്. പിന്നെ കുറച്ചെണ്ണം നമ്മുടെ ആ ഒരു ബാറ്ററിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി ഇട്ടിട്ട് അങ്ങനെയും ചെയ്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ സെറ്റപ്പ്, അതായത് ഞാൻ ചെയ്യുന്നത് ബിരിയാണി പോട്ടിലാണ്. അതിൽ മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് നന്നായിട്ട് ബേക്ക് ആയി കിട്ടിയത്. 20 മിനിറ്റ്സ് ആയി കഴിയുമ്പം ഇതിന്റെ ചുറ്റിനും ചെറിയൊരു ബ്രൗൺ കളറിൽ ഇത് വരും. അപ്പൊ നമുക്ക് ബേക്ക് ആയി എന്ന് മനസ്സിലാക്കാം. ഇനി ഒന്നും കൂടി ഉറപ്പ് വരുത്തണമെങ്കിൽ സ്പൂൺ എന്തെങ്കിലും യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നീക്കാൻ നോക്കുമ്പോൾ അടിയിൽ ഒട്ടി പിടിക്കാതെ ഇത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്ക് ആയി എന്ന് മനസ്സിലാക്കാവേ. ഇനി ബട്ടർ പേപ്പറിൽ ഒട്ടി പിടിച്ചിരിക്കുകയാണെങ്കിൽ കുറച്ചു നേരം കൂടെ ഒന്ന് ബേക്ക് ആക്കിയാൽ മതി. പിന്നെ ബേക്ക് ചെയ്ത് ഇറക്കുന്ന പുറകെ ഇത് ഹാർഡായിരിക്കില്ല, കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും അത് ഹാർഡായി വരുവേ. അപ്പം ഇതുവരെ ബട്ടർ കുക്കീസ് ട്രൈ ചെയ്തിട്ടില്ലാത്തവരും ട്രൈ ചെയ്തിട്ട് ശരിയാവാത്തവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയണേ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ മെയിനായിട്ടും ഈ കേക്ക് ഡെക്കറേഷൻ വീഡിയോസ് ഒക്കെയാണ് പോസ്റ്റ് ചെയ്യാറ്. പിന്നെ കുറച്ച് പേര് ബട്ടർ കുക്കീസിന്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം സാധാരണ റെസിപ്പി വീഡിയോസ് പോലെ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് അറിയിക്കണേ. പിന്നെ പുതിയ എന്തെങ്കിലും സജഷൻസോ നമ്മുടെ വീഡിയോ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഞാനെല്ലാം വായിക്കുന്നതും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.